പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 25 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചത്. കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങളെ ഉയർത്തി പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 9-ാം സങ്കീർത്തനത്തിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ മുഖം പ്രകാശിപ്പിക്കുമെന്ന് തിരുവെഴുത്ത ആ വചനപ്രകാരം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക ഇടപെടലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വയറിനകത്ത് എപ്പോഴും വയറ് കമ്പിക്കുക, വീർത്തിരിക്കുന്ന അനുഭവം ഉള്ള പ്രിയപ്പെട്ടവർ, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എന്ത് കഴിച്ചാലും ആമേൻ ആമേൻ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു, ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. അതുപോലെ കർത്താവെ, ശാരീരികമായ ബലഹീനതകളാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, മറ്റു പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും സൗഖ്യവും സ്വീകരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും സൗഖ്യവും സ്വീകരിക്കട്ടെ. പൂർണ്ണ ബലം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. അതിനകത്തുനിന്ന് പുറത്തു വരുവാനുള്ള സൊല്യൂഷൻസ് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏത് വിഷയത്തിനും പരിഹാരം തരുവാൻ അങ്ങേക്ക് കഴിയും. 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തവൻ ഞങ്ങളുടെ അപ്പയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ ഭൗതികമായ വർധനവുകൾ ഉണ്ടാകട്ടെ. സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ 10th and 12th കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൈ തന്നെ കുഞ്ഞുങ്ങളുടെ കൈയോട് ചേർത്ത് പിടിച്ച് അത്ഭുതകരമായി എക്സാം എഴുതാൻ കൃപ കൊടുക്കുന്നതിന് സ്തോത്രം കർത്താവെ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്ത് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലോകവ്യാപകമായി ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ, ഉണർവ് വ്യാപരിക്കട്ടെ. ആമേൻ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആമേൻ അങ്ങയുടെ മഹത്വത്താൽ ഭൂമി നിറയട്ടെ. അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടെ നമുക്കതിൽ പങ്കെടുക്കണം. എല്ലാവരും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. നിങ്ങളുടെ കൈകളെ ഉയർത്തി ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. പിതാവേ, ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഭൂമിയെ അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയ്ക്കുവാൻ ഈ മീറ്റിംഗ് മുഖാന്തരമായി തീരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ
അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇരിക്കട്ടെ. അപ്പം മറക്കാതെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുക. ഇന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇവിടെ രണ്ടുപേർ, ഒന്ന് ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യാക്കോബ് തൻ്റെ മരണകാലത്തിങ്കൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം എബ്രായ ലേഖനം 11 എന്ന് പറയുന്നത് നമുക്കറിയാം വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. എന്നാൽ ഈ 20-21 വാക്യങ്ങൾ എന്ന് പറഞ്ഞ് ഈ വചനത്തിന് ഈ 11-ാം അധ്യായത്തിലെ ഒരു പ്രത്യേകമായ അസാധാരണമായ ശക്തി ഉൾക്കൊള്ളുന്നതായ 2 വാക്യങ്ങളാണ്. അപ്പം ഈ ഫെയ്ത്ത് എന്ന വിശ്വാസം എന്ന് പറയുന്നത് സ്വീകരിക്കുന്നത് മാത്രമല്ല, ഫെയ്ത്ത് ഓൾസോ ഫോർ ബ്ലെസ്സിങ്, അനുഗ്രഹിക്കാനും നമുക്ക് വിശ്വാസത്തെ ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിശ്വാസത്താൽ സ്വീകരിക്കണമെന്നാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ബട്ട് ഇവിടെ ഈ വാക്യം പറയുന്നു, വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമല്ല, വിശ്വാസത്താൽ നമുക്ക് അനുഗ്രഹിക്കാനും കഴിയും. ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്താൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇസഹാക്കും യാക്കോബും അവരുടെ വിശ്വാസം ഉപയോഗിച്ചതിന് അവരുടെ അവരുടെ അടുത്ത തലമുറയുടെ ഭാവിയെ കണ്ടുകൊണ്ട് ഭാവിയോട് സംസാരിക്കുവാൻ, അവരുടെ ഭാവിയെ നോക്കി അനുഗ്രഹിക്കുവാൻ, ഭാവിയെ കണ്ട് അനുഗ്രഹിക്കുവാൻ അവർ വിശ്വാസം ഉപയോഗിച്ചു. ആമേൻ. ഇതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസത്താൽ നമ്മൾ ആരോഗ്യം സ്വീകരിക്കുന്നു, വിശ്വാസത്താൽ നമ്മൾ മിറക്കിൾസ്, അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. യാക്കോബ് ആക്ച്വലി വൃദ്ധനായി, തൻ്റെ ശരീരം ക്ഷീണിച്ചു, തൻ്റെ വടിയിൽ താൻ ചാരി നിൽക്കുന്നു. എന്നിട്ടും വേദപുസ്തകം പറയുക, വിശ്വാസത്താൽ എന്ത് ചെയ്തു? യാക്കോബ് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. ആമേൻ. ജേക്കബ് എന്ത് ചെയ്തു? യാക്കോബ് അനുഗ്രഹിച്ചു, വിശ്വാസത്താൽ അനുഗ്രഹിച്ചു. ആമേൻ. എഫ്രൈം എന്തായി മാറി? എഫ്രൈം വലിയൊരു ഗോത്രമായി മാറി. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ഈ അനുഗ്രഹങ്ങൾ. ആമേൻ. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇവരുടെ ഭാവിയെ നോക്കി സംസാരിച്ചു. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ആമേൻ, സംഭവിക്കാൻ പോകേണ്ട കാര്യങ്ങൾ വിശ്വാസത്താൽ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? കാണാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അവരുടെ ഭാവിയെ നോക്കിയാണ് പറയുന്നത്. ആമേൻ. കൈകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അനുഗ്രഹിച്ചു. അപ്പം ഇതിൻ്റെയൊക്കെ എന്നിട്ട് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എഫ്രൈം ആ കുലത്തിലെ ഏറ്റവും ആമേൻ അധികാരമുള്ള ഒരു കുലമായി മാറി, അല്ലെങ്കിൽ ട്രൈബായി മാറി. മനേശ ഒരു വലിയ ഭയങ്കര സംഭവമായി മാറി. ഇത് രണ്ടും എന്തിന് കാരണമെന്നാ? ഇത് അവരുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹമാണ്. ആമേൻ. ഇതിനെല്ലാം കാരണമായത്. ഹല്ലേലൂയ. അപ്പോൾ ഫെയ്ത്ത് ഫിൽഡ് ബ്ലെസ്സിങ് എന്ത് ചെയ്തു? ഇവരുടെ ജനറേഷനെ ഷേപ്പ് ചെയ്യാൻ കാരണമായി. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുക, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും നമുക്കിപ്പോൾ ഇന്നൊന്നും കാണാൻ കഴിയുന്നുണ്ടാകത്തില്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പം ബലഹീനതകളായിരിക്കും, ഒരുപക്ഷെ സാഹചര്യങ്ങളെല്ലാം എതിരായിട്ട് നിൽക്കുന്നതായിരിക്കും കാണുന്നത്. പക്ഷേ വിശ്വാസത്താൽ അനുഗ്രഹിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, വിശ്വാസത്താൽ സഭയെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ ബിസിനസ്സിനെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചാട്ടെ, നിങ്ങളുടെ ജോലിയെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചാട്ടെ. അതരം തുറന്ന് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കും. ഇത് വർദ്ധിച്ചു പെരുകട്ടെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകട്ടെ, ഞങ്ങളുടെ സഭ ഇമ്പാക്റ്റ് ഉള്ളതായി മാറട്ടെ എന്ന് വിശ്വാസത്താൽ അങ്ങോട്ട് കൽപ്പിച്ചാട്ടെ. ഭാര്യയെ അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായി തീരട്ടെ. ഭർത്താവിനെ അനുഗ്രഹിച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായി മാറട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ, ആയുസ്സുണ്ടാകട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ,
ഉണ്ടാകട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. കുഞ്ഞുങ്ങളെ നോക്കി പറ, എൻ്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകളായി തീരട്ടെ. ഇവരെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരട്ടെ. നിങ്ങളുടെ ജോലിയെ നോക്കി അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജോലിയിൽ ഉയർച്ച പ്രാപിക്കും. ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. ബിസിനസ്സിനെ നോക്കി അനുഗ്രഹിക്കുക, ദേശത്തെ നോക്കി അനുഗ്രഹിക്കുക. ആമേൻ. ഭാവി കാലത്തെ വെറുതെ ഭാവി കാലം ആമേൻ ഉണ്ടാകത്തില്ല. ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, വിശ്വാസത്താൽ അനുഗ്രഹങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ആ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമാകും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുക മാത്രമല്ല, അല്പസമയം നിങ്ങൾ അനുഗ്രഹിക്കണം കേട്ടോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരെ ബ്ലസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ശക്തന്മാരായി തീരട്ടെ. ഇവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ഭൂമിയിൽ ആമേൻ വാഴുന്നവരായി തീരട്ടെ. ഇവർ ഭൂമിയെ വാഴുന്നവരായി തീരട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറ, കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.